ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോയതാണ്. വേറെ എവിടെയല്ല, നമ്മുടെ എറണാകുളത്ത് ഡിസ്നിലാൻഡ് നടക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ അവിടെയാണ് പോയത്. അപ്പോൾ ഇവനായിരുന്നു ഭയങ്കര ആഗ്രഹം അവിടെ പോകാനായിട്ട്. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്. എന്താണ് അതിൻ്റെ അകത്തുനിന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് അവൻ. അപ്പോൾ ഇതാ നമ്മളിതേ നടക്കുകയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ആ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തേക്കണ കാണാൻ നല്ല രസമുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയായിരുന്നു അവിടെ മൊത്തം അറേഞ്ച് ചെയ്തേക്കണൊക്കെ കാണാൻ. ഇടയിലിടയിൽ കുറച്ച് ട്രീയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതിനെ കണ്ടപ്പോൾ ആദ്യം ചത്തതാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ പിന്നീട് മനസ്സിലായി അതെല്ലാം ജീവനുള്ളതാണ്. പിന്നെ അത് ഈ മുയലിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ക്യൂട്ടായിരുന്നു അതിനെ കാണാൻ. അവൻ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് നേരം. ദേ ഇത് കണ്ടോ, എന്തോരം മീനാന്ന് നോക്കിയേ. നല്ല രസമുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ പോണ കാണാനായിട്ട്. ഈ ബേർഡിനെ കണ്ടോ, ഇവൻ്റെ തല കണ്ടിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട് അത് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അമ്മയും അവനും കൂടെ അതേ ആ കൂടിൻ്റെ അകത്ത് കാടക്കോഴി ഉണ്ടായിരുന്നു. അതിനെ കാണുക. അപ്പുറത്ത് അത് മുട്ടയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നേ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കർട്ടൻ കൊണ്ട് അവർ കവർ ചെയ്തേക്കുമായിരുന്നു. ആദ്യം അവനോർത്തത് കയറാൻ പറ്റില്ല. പിന്നെ കയറിയപ്പോഴാണ് കണ്ടത് അവിടെ കുറേ ബേർഡ്സിനെയും അതുപോലെ തന്നെ പാമ്പും പിന്നെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. ഈ ബേർഡ്സിനൊക്കെ അവർ ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു. കൂട്ടിലൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ചുറ്റും അവർ നെറ്റ് അടിച്ചേക്കുക പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. മൊത്തത്തിൽ അവരങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. പിന്നെ ഈ കോഴീനെയാണ് അവർ അതിൻ്റെ അകത്തിട്ടേക്കുന്നത്. ചെറുതായതുകൊണ്ട് പുറത്തോട്ട് പോകില്ല. ബാക്കി എല്ലാത്തിനും അവരിങ്ങനെ ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. പിന്നെ ദേ അവനത് കഴുത്തിട്ടേക്കണുണ്ടോ, നമ്മൾ വേറൊരു കൊച്ചിനെ കണ്ടതാണ്. അവനത് കഴുത്തിൽ പാമ്പിനെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം. ഞാനും അങ്ങനെ പാമ്പിനെ കഴുത്തിലിട്ടോ. എനിക്കിത് ഇതിനെടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കിടന്ന് ഒച്ചയെടുത്ത് അവിടെ കിടന്ന് മൊത്തം. പിന്നെ ഫൈനലി ഞാനതിനെ എടുത്തു ഒരു വിധത്തിൽ. ഞാനപ്പോൾ അവനോട് പറയുമായിരുന്നു, അനിയനോട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാൻ. പക്ഷെ അവനത് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചാൽ അവന് തൊട്ടില്ല. ഇത് സെക്കൻഡ് പാമ്പായിരുന്നു. ഇത് കുറച്ച് പേടിച്ച് തന്നെ. അതായത് അതിൻ്റെ നെയ്റ്റ് ഇങ്ങനെ പുറത്തോട്ടിട്ട് ആക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി.
കൈ തരൂ. കൈ കൊടുക്കടാ. ഓർഡർ നിക്കട ഫോട്ടോ എടുക്കാൻ വിളിക്കണം. ശരി അവിടെ അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കാണാനുള്ള കാഴ്ചകളൊക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് സ്റ്റോൾസ് ആയിരുന്നു. അവിടെ പലതരത്തിലുള്ള സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഹൽവ, പിന്നെ അച്ചാറ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്, ബിസ്ക്കറ്റ്, ഇത് ചക്കപ്പപ്പടം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ്, ബാഗ്സ്, ബുക്സൊക്കെ അവിടെ കുറേ അവൈലബിൾ ആയിരുന്നു. വിലക്കുറവിനൊക്കെ ബുക്സൊക്കെ കിട്ടുമായിരുന്നു അവിടെ. അവൻ്റെ ബുക്സൊക്കെ നടന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അവൻ ഗോകുവിൻ്റെ ബുക്ക് നോക്കുമായിരുന്നു. ഇതൊരു കാർട്ടൂൺ ക്യാരക്ടർ. ഞാൻ പറഞ്ഞു ഗോകുവോ, അതിൻ്റെ ബുക്കൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനൊരു നറൂട്ടോൻ്റെ ബുക്ക് കണ്ടുപിടിച്ച് അത് വേണം എന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ പറഞ്ഞത് പിന്നെ വാങ്ങിക്കാം. നമ്മൾ പ്ലെയിൻ സെക്ഷനിലോട്ട് പോയി. അവിടെ അവൻ്റെ ട്രംപോളിനിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ കയറി. മൊത്തത്തിൽ നല്ല ഫണ്ണായിരുന്നു അവന് ഈ ഒരു ഏരിയ. അവന് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ജയൻറ്റ് വീലിലൊക്കെ കയറി. ജയൻറ്റ് വീലിൽ കയറി അവനൊന്ന് പേടിച്ച് കൈസ്. ആ ഹൈറ്റിലെത്തിയപ്പോഴേക്കും അവനൊന്ന് പേടിച്ചു പോയി. പിന്നെ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഡിസ്നിലാൻഡ് വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ.